ഗൈസ്, അപ്പം ഞാൻ ആദ്യമായിട്ട് ഇന്ന് തൃശ്ശൂർ പോയിട്ട് അവിടെ ഒരു അമ്പലത്തിൽ കയറി ഒരു ഉത്സവം മുഴുവനായിട്ട് കാണാൻ പോകണം. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ കയറി ഒരു ഉത്സവം മുഴുവനായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എമിലിയൻ്റെ അമ്പലമായിരുന്നു. അവിടെ ക്ഷേത്രത്തിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചെരുപ്പൊക്കെ ഊരിയിട്ട് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരും ആ മണ്ണിൽ തന്നെ ചവിട്ടി ചെരുപ്പിടാതെ നടക്കണം എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. കുറേ നേരം ബോറടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് വീണ്ടും അമ്പലത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ദേ ചെണ്ടകൊട്ടും കലാപരിപാടികളൊന്നും ഇല്ല കേട്ടോ, ചെണ്ടകൊട്ടൊക്കെ ആയിരുന്നു. അതിൻ്റെ ആഘോഷമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്തൊക്കെയായാലും കുറേ നേരം അവിടെ കാത്തിരുന്നു. കാണാത്ത കുറേ പരിപാടികൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് അടിപൊളിയായിട്ടുള്ള ഒരു വിഭവം കേട്ടോ. ഇത് അവിടെ എന്തോ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി തന്ന കേട്ടോ. പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവിടെ അന്നമണ്ടയിലുള്ള ഒരു ചേട്ടൻ്റെ കടയിൽ കയറിയത്. അബ്സല്യൂട്ടിൻ്റെ കുപ്പിയിൽ മദ്യമല്ല, വേറെന്തോ ഒരു ഇൻഗ്രീഡിയൻറ്റ് പുള്ളി സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. അപ്പോൾ ഈ സോഡാ കുപ്പി കണ്ടപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുട്ടൊരു സാധനം കേട്ടോ. അപ്പോൾ സ്ത്രീ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീനെ കുടിപ്പിച്ച് ആക്ഷനൊക്കെ ഇടിയിപ്പിച്ച് പുള്ളി അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേനും ഞാനും ജസ്റ്റ് ഒന്ന് എക്സ്പ്രഷനൊക്കെ കിട്ടും. എന്തായാലും അടിപൊളി സാധനം, വെറുതെ ഒന്നും അല്ല കേട്ടോ. പുള്ളിയുടെ കയ്യിലൊരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട്, എന്തോ ഒരു ചെറിയൊരു സംഭവം, ഒരു എരിവുള്ള സംഭവം. അത് ഈ സീച്ചേട്ടൻ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഞങ്ങൾ പോയി ഇടിയിപ്പിച്ച് കുടിച്ച കേട്ടോ. അടിപൊളി സംഭവമാണ്. എന്നാൽ ഇതാണ് അന്നമണ്ട എന്ന് പറഞ്ഞ ടൗൺ എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും ഇരുന്ന് ബോറടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അടിപൊളിയാണ് അവിടുത്തെ വിഷ്വൽസ് എല്ലാം കൂടെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, കല്യാണത്തിൻ്റെയാണ്. ഒന്നോ രണ്ടോ മൂന്നോ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ അവിടെ നിൽക്കുന്ന കുളിക്കുന്നുണ്ടായിരുന്നു. ആ കുളിയൊക്കെ കണ്ട് സീച്ചേൻ്റെ പഴയ പഴങ്കഥകളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അടിപൊളി വള്ളക്കടവിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് വണ്ടി എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളോടത്ത് വെള്ളമെല്ലാം പൂട്ടിപ്പോയിരുന്നു. ഞാൻ പിന്നെ ക്യാമറ ആയിട്ട് മുന്നിലേക്ക് പോയപ്പോൾ അങ്ങ് ദൂരേന്ന് വിലയിതട്ടാന്ന് പറഞ്ഞ് വള്ളക്കാരൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സന്തോഷമായി, കാരണം അവിടെ കിട്ടത്തില്ലെന്ന് ഓർത്തുകൊണ്ടിരുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വള്ളത്തെ കുറേ ചേച്ചിമാർ വരുന്നുണ്ട്. ഞങ്ങൾ എന്താ സംഭവം എന്നറിയത്തില്ല. ഞങ്ങൾ ആദ്യം ഓർത്ത് കുടുംബശ്രീയുടെ ആൾക്കാരായിരിക്കും, അതൊന്നുമല്ല. അവർ വേറെ എവിടെ ജോലി ചെയ്തിട്ട് ഇക്കരയ്ക്ക് വരുന്ന കേട്ടോ. ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പോത്തുശ്ശേരി എന്നാണ് പറയുന്നത്. അപ്പോൾ പോത്തുശ്ശേരിയിൽ നിന്ന് അക്കരക്കരയ്ക്ക് വലിയ പേരൊന്നുമില്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ മറന്നുപോയി, ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ എല്ലാവരും ഇറങ്ങുന്നത് ഇങ്ങനെ കണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് ഒരു സംശയം, നമ്മൾ കയറാൻ വന്നതാണോ കാണാൻ വന്നതാണോ. അങ്ങനെ പുള്ളിയോട് ചോദിച്ച് കയറ്റാവുന്ന. അങ്ങനെ ചേട്ടൻ വള്ളത്തിൽ കയറി കേട്ടോ. എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും തന്നാൽ മതി എന്നും പറഞ്ഞാൽ നല്ല മനസ്സ് ഞങ്ങളെ വള്ളത്തെ കയറ്റി അക്കരെ കൊണ്ട് എത്തിച്ചോട്ടെ. എന്തായാലും അടിപൊളി ഒരു വള്ളയാത്ര. ഞാൻ ആദ്യമായിട്ട് വള്ളത്തിൽ കയറി കുറേ നേരം ഷോ കളിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് നേരമായിട്ട് പാട്ടും കൂത്തൊക്കെ ആയിട്ട് സീച്ചേട്ടൻ റീൽസിൻ്റെ ആളായതുകൊണ്ട് റീൽസൊക്കെ എടുത്തിട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരമായിട്ട് ഇൻസ്റ്റയിൽ ഇടാനായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അവിടുന്ന് തിരിച്ചു വന്നിട്ടോ. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രേട്ടൻ്റെ ചായക്കട കയറിയപ്പോൾ തൊട്ടേ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയാണോ തൃശ്ശൂർ വന്നതെന്ന്. കാരണം വന്നപ്പോൾ തൊട്ടേ ചായ കുടിയായിരുന്നു കേട്ടോ. എന്തായാലും ചന്ദ്രേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല അടിപൊളി ചായ കുടിച്ച് നമ്മുടെ അയലവ് അന്നമണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇച്ചിരി പാടട്ടോ സ്ഥലപ്പേര് വായിക്കാനായിട്ട്. അവിടെ ഒരു പാർക്കിൽ കുറേ നേരം ഇരിക്കും കേട്ടോ. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വിളി വന്നു. വീണ്ടും അമ്പലത്തിലേക്ക് ചെറിയ ഘോഷയാത്ര ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അമ്പലത്തിലെ ഘോഷയാത്ര കൂടാനായിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്പലത്തിലെ പരിപാടിയെല്ലാം ഒതുങ്ങി കാമാൻ ക്വയറ്റായി. പിന്നെ ഒരു 12 മണിയാകുമ്പോഴായിരിക്കും അടുത്ത പരിപാടി. അതുകൊണ്ട് വീണ്ടും ഒരു ചായ കുടിച്ചേക്കാലം എന്ന് ഓർത്ത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ക്യാമറ എടുത്ത് വീശുന്ന കണ്ടപ്പോഴത്തേനും ബായുടെ അടിയുടെ ഷോ അങ്ങ് കൂടുകയും ചെയ്തിട്ടോ. പിന്നെ ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ച് അവിടെ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കുകയും ചെയ്തു. അങ്ങനെ ചായ കുടിച്ച് ഇരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അമ്പലത്തിലെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ വെളുപ്പിനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരു കോഫി കടയിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിച്ച് അവിടുന്ന് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അതായത് എറണാകുളം പോകാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് പോകാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ വെളുപ്പിനെയാണ് കേട്ടോ, 3 മണിക്കാണ് ഏകദേശം. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ മനോഹരമായ മറ്റൊരു വ്ളോഗുമായി വീണ്ടും നമുക്ക് കാണാം. ചായ തീർന്നോ?